ഇരുവരൻ നോഹിൻ കാലത്തുലകത്തിന് മോചന ശുദ്ധം സംരക്ഷിച്ചോനാമിശിക ശ്രീവാദങ്ങളുടെ ദൃഷ്ടാന്തം പെരുന്നാൾ ഘോഷിച്ചിടുന്നു നാമം ചേർന്നോതിയിടണം കുറിയേലൈസൻ കുറിയേലൈസൻ കുറിയേലായിസോൻ. യാക്കോബയുടെ ഒരു പാട്ടാ. എന്നാ ഈ പാട്ട്? നോഹയുടെ കാലത്ത് ഈ പെട്ടകം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശുമരണമായിരുന്നു എന്നാണ് ഈ പാട്ട്. ആ പെട്ടകത്തിൽ കയറിയ വ്യക്തികൾക്ക് ഒരു നാശവും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇതാരും പഠിപ്പിച്ചല്ല തന്നെ. ഇത് ഈ യാക്കോബായ സഭയിൽ ഇതുപോലത്തെ 100 കേസുകളുണ്ട്. ആരും പഠിപ്പിക്കണ്ട, അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ യാക്കോബക്കാരനെ അറിയാൻ പാടില്ല എന്നാന്ന്. ഇതിങ്ങനെ പാടിക്കൊണ്ടു കൊടുക്കുന്നതേ ഉള്ളൂ, കാര്യം അറിയാൻ പാടില്ല. എന്നാൽ ഇതിനകത്ത് ഒത്തിരി സത്യങ്ങളുണ്ട്. അപ്പൊ ഈ സത്യങ്ങളൊക്കെ വേദോപദേശത്തിനകത്ത് കയറി വന്നില്ല. ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പോണേ, ഞാനിങ്ങനെ സെമിനാരി പോണേ, ഒരു സ്ഥലത്തും പോണ്ട, ഇതിനകത്തുണ്ട്. അത് ഇത് ആരംഭം മുതൽ ഞാനിത് കേട്ടു പഠിച്ചിരിക്കുന്ന. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് പെരുമ്പാവൂരിനടുത്ത് പുതുമന എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ഉപദേശിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. അപ്പോൾ ഉപദേശി എന്ന് കേൾക്കുമ്പോൾ പെന്തക്കോസ്ത് സഭയിലെ ഉപദേശിയല്ല, യാക്കോബായ സഭയിലെ ഉപദേശിയാണ്. അപ്പോൾ വളരെ യാദൃശ്യമായിട്ടാണ് ഈ വർഗീസ് ഉപദേശിയെ കാണാനായിട്ട് ഇടയായിട്ടുള്ളത്. താൻ യാക്കോബായ സഭയിലെ ഒരു ഉപദേശിയായി സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് യാക്കോബായ സഭയെക്കുറിച്ചും അതോടൊപ്പം തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഉപദേശി ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഉപദേശിയെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? ഉപദേശിയുടെ പേര്, എവിടെയാണ് വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, മക്കൾ എത്ര പേരാണ് എന്നൊക്കെ ഒന്ന് പറയാമോ? അതൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. സർവ്വവല്ലഭനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകലിൻ്റെ മധ്യാഹ്ന വേളയിൽ അവിടുത്തെ അനുഗ്രഹീതമായ നാമം ഈ യൂട്യൂബിലൂടെ ഈ ദേശത്തെക്കാളും പരസ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഇതുപോലൊരു സാവകാശം ലഭിച്ചതിൽ സർവ്വവല്ലഭനായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കാലാകാലങ്ങളിലായി ഞാൻ അനുഭവിച്ചു പോരുന്ന അനുഗ്രഹീതമായ ചേരികളുടെ മേന്മ ഭൗമികമായും ആത്മീയമായും ഇന്നും സന്തുഷ്ടനായി കഴിയാൻ മുഖാന്തരമായി തീർന്നത് ഞാൻ നിന്നെ പിൻപറ്റിയതും നീ എന്നെ വിളിച്ച് വേർതിരിച്ചതും അനുഗ്രഹീതമായ ശുശ്രൂഷ നീ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇതിന് ആയിരുന്നില്ല എങ്കിലും എന്നെ അർഹനാക്കി തീർത്ത് ഈ കൃത്യം ചെയ്തതിൽ ഞാൻ തിരുനാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലൊരു അവസരം ഈ പകലിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ ഇന്ന് ഈ രാവിലെ വരെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യമല്ല. അവിചാരിതമായി ഇങ്ങനെ ലഭിച്ച ഒരു അവസരത്തിനായിട്ട് ഞാൻ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പേര് PV വർഗീസ് മുക്കത്തായി എന്നാണ്. ഞാൻ പുതുമന ദേശത്ത് ജനിച്ചു വളർന്ന് കാലാകാലങ്ങളിലായി യാക്കോബായ സഭയിൽ ഞാൻ ആരാധനയെ സംബന്ധിച്ചും ലഭിച്ച സന്ദർഭങ്ങളിലെല്ലാം ഞാൻ അനുഭവിക്കുന്ന ഈ ആത്മീയ സന്തോഷം തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പല കൂട്ടായ്മകളിലും കുടുംബയോഗങ്ങളിലും എല്ലാം കാലാകാലങ്ങളിലായി ഞാൻ അന്ന് എനിക്ക് ലഭിച്ച അവസരങ്ങളിലെല്ലാം ഞാനത് പ്രയോഗിച്ചു വന്നു. പിൽക്കാലത്ത് പല ദൈവവൃദ്ധന്മാരും എന്നെ ക്ഷണിച്ച് രാജകുമാരി, അടിമാലി, മന്നാങ്കണ്ടം, കൊമ്മനാട്, ബാണംകുഴി, പുതുമന, ആലാട്ടിച്ചിറ, വടക്കഞ്ചേരി, മീനങ്കാടി, ഉറ്റാഞ്ചാല്, പടിക്കപ്പ്, പത്തിരിച്ചാല്, ഈ ദിവസങ്ങളിലെല്ലാം അനുഭവിച്ച് ഈ സാക്ഷ്യം നിർവഹിച്ചു പോരുന്നു. ഇപ്പോൾ എനിക്ക് 88 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന കാലാവധികളാണ്. ഈ അവസരത്തിൽ ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഉപദേശിയുടെ? എനിക്ക് 5 മക്കളുണ്ട്, 4 ആണും 1 പെണ്ണും. അവരൊക്കെ എന്ത് ചെയ്തു? 2 പേര് ആത്മീയ ശുശ്രൂഷയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേര് കാർഷിക മേഖലയിലും എന്നോടൊരുമിച്ച് യാക്കോബായ സഭയിൽ നിലനിർന്നു വരുന്നു. ഉപദേശി ഏത് യാക്കോബായ സഭയിലെ ഇടവകയാണ് ഉപദേശിയുടെ? ക്രാരിയിൽ പള്ളി ഇടവകക്കാരനാണ് ഞാൻ. എത്ര നാളായിട്ട് ഈ യാക്കോബായ സഭയിൽ നിൽക്കുന്നു? ജന്മസിദ്ധമായിട്ട് യാക്കോബായ സഭയിലാണ്, അതായത് പാരമ്പര്യമായിട്ട് യാക്കോബായ സഭയിലാണ്. അപ്പോ ഉപദേശിയുടെ അനിയൻ പെന്തക്കോസ്ത് സഭയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇത്രയും ആത്മീയതയിൽ ഊന്നി നിൽക്കുന്ന ഉപദേശി എന്തുകൊണ്ടാണ് ഒരു പെന്തക്കോസ്തുകാരനാകാതിരുന്നത്?
പെന്തക്കോസ്തുകാരനാകണമെന്നില്ല. എനിക്ക് സ്വർഗത്തിൽ പോകേണ്ട കാര്യമുള്ളൂ. സ്വർഗത്തിൽ പോകാൻ ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് കൊണ്ട് ഇത് അർഹിക്കുന്നതല്ല എന്നെനിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അനിയനൊക്കെ പെന്തക്കോസിൽ പോയല്ലോ. അപ്പൊ പലരും ഈ പെന്തക്കോസുകാർ ഒരുപാട് ഉദ്ദേശിയുടെ ഭവനത്തിൽ വന്നു, ബ്രദറൻകാർ വന്നു, മറ്റുള്ള സഭക്കാർ വന്നു. അപ്പൊ ഇവരൊക്കെ വന്ന് പല രീതിയിലുള്ള ഇതായിട്ടുള്ള ഉപദേശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസം സ്വീകരിക്കാതെ യാക്കോബായ സഭയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്? അതിന്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ? കാരണമൊക്കെ ഞാൻ വിശദീകരിക്കാം. ദൈവദത്തമായ സകല അനുഗ്രഹങ്ങളും നമ്മുടെ കർമ്മം കൊണ്ട് നഷ്ടപ്പെടുത്താം. നഷ്ടപ്പെട്ടു പോയ കർമ്മം തിരികെ പ്രാപിക്കാൻ നമ്മുടെ ഒരു കർമ്മവും മതിയായതല്ല. അത് അച്ഛൻ്റെ ആകട്ടെ, മെത്രാച്ചൻ്റെ ആകട്ടെ, ഉപദേശിയുടെ ആകട്ടെ, പാസ്റ്ററുടെ ആകട്ടെ, യാതൊരു വ്യക്തികളും നടക്കില്ല. പിന്നെ ഇത് എന്തിനാണ് ഈ കർമ്മം എന്ന് ചോദിച്ചാൽ, ആ കർമ്മം യേശു ക്രിസ്തു പിതാവാം ദൈവം ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് നൽകിയ ചെയ്തികളുടെ അനുഗ്രഹം ഇന്നതാണെന്ന് കാണിക്കാനാണ് ഈ കർമ്മങ്ങളൊക്കെ. അല്ലാതെ കുർബാന കൊടുത്ത ഒരു വ്യക്തിയുടെ പാപത്തിന് പരിഹാരം വരില്ല. അത് അതിനുള്ളതല്ല. ഈ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ആ ക്രൂശ് മരണം അവന്റെ പുനരുദ്ധാനവും സ്വർഗാരോഹണവും അത് മുഖാന്തരം എന്നതാണെന്ന് കാണിക്കണതാണ്. ഫോട്ടോസ്റ്റാറ്റ് അത് യഥാർത്ഥ അല്ല. അതുകൊണ്ടാണ് അപ്പൊ ഇതുപോലെ അവിടെ സ്നാനപ്പെടണം, അവിടെ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇവർ ഉപദേശിക്കുന്നു പറയുന്ന ആ കാര്യങ്ങളൊന്നും അല്ല ഇതിന്റെ കാര്യം. ഇതിന്റെ പുറകിൽ ഇതിനൊരു ദൈവികമായ ഒരു കൃത്യവിധം നടക്കുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് സൂചനയാണ് ഈ മാമോദിസ എന്നൊക്കെ പറഞ്ഞത്. ഈ യാക്കോബ സഭയിലാണല്ലോ ഉപദേശി ജനിച്ചു വളർന്നത്. അതെ. പിന്നീട് ഈ ആത്മീക പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? അതായത് ചെറുപ്പത്തില് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ്, സൺഡേ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ്, പിന്നെ ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലും താല്പര്യം ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം എന്താണ്? ഇത് ജന്മസിദ്ധമാണ്. എൻ്റെ കുടുംബത്തിൽ ആദ്യം 3 പെൺമക്കളാണ് ആദ്യം ഉണ്ടായത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് 4ാമതൊരു മകനായിട്ട് ജനിച്ചത് ഞാനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു ആൺകുഞ്ഞിന് വേണ്ടി എൻ്റെ മാതാവ് വളരെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന ശേഷം എൻ്റെ അമ്മ ബ്രദർ സമുദായത്തിൽപ്പെട്ട ആങ്ങളമാരൊക്കെ അവർ ബ്രദർ സമുദായത്തിലുള്ളതായിരുന്നു. ബ്രദർ സമുദായത്തിലുള്ള ടോപ്പ് ലെവലിലുള്ള എല്ലാ സുവിശേഷകന്മാരും വന്ന് തമ്പടിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. ഞാൻ അച്ഛൻ്റെ വീട്ടിൽ സർവ്വസാധാരണമായിട്ട് ചെല്ലുമ്പോൾ ഇവിടെ അമ്മയുടെ അപ്പോൾ അവിടെ എന്നും സുവിശേഷ വേലയാണ്. ഈ വേദപുസ്തകത്തിലെ ഏറ്റവും കടുപ്പമുള്ളതും അല്ലാത്തതുമുള്ള സവിശേഷങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കും. ഇതൊക്കെ ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. രണ്ടാമത് സത്യപ്രകാശിനി എന്ന് പറഞ്ഞ് ഈ ബ്രദറുകാർക്ക് ഒരു മാസികയുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞ് വേറൊരെണ്ണമുണ്ട്. ഇത് രണ്ടും എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കുന്നുകൂടി വരില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. മറ്റൊന്ന് പെന്തക്കോസ്തുകാരുടെ സിയോൻ കാഹളം എന്ന് പറയുന്നൊരു മാസികയുണ്ട്. അതും ഇവർ വരുത്തുകയല്ല, അത് പെന്തക്കോസ്തുകാർ വരുത്തും. ഇത് പെന്തക്കോസ്തുകാർ വരുത്തുന്ന ഈ സിയോൻ കാഹളം എന്ന മാസിക ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. ഇവർ തമ്മിൽ എപ്പോഴും ഖണ്ഡന പ്രസംഗങ്ങളാണ് അധികം. പരിശുദ്ധാത്മാഭിഷേകം ഇല്ലെന്നോ എന്ന് പെന്തക്കോസ്തുകാരുടെ മാസികയിൽ എഴുതിയാൽ അതില്ലാന്നോ എന്ന് ബ്രദറുകാർ പറഞ്ഞാൽ അതുണ്ട് എന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ഇങ്ങനെ ഖണ്ഡനങ്ങൾ ഇതിങ്ങനെ കഴിക്കുന്നില്ല. അത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. സ്നാനക്കടവിൽ കലഹം, പുളിഞ്ചോട്ടിൽ സഭായോഗം, മാസികയിലെ ഒരു വിഷയമാണ്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരു ബൈബിൾ കോളേജിൽ പോയി ബൈബിൾ പഠിച്ച ആളല്ല. ഒരു സെമിനാരിയിലും പോയി ഞാൻ പഠിച്ചിട്ടില്ല. യാക്കോബായ സഭ എന്നെ ഒരു സുവിശേഷം പഠിപ്പിച്ച ആളുമല്ല. എന്നാൽ ഞാൻ യാക്കോബായ സഭയുടെ പല ഉപദേശങ്ങളും പഠിച്ചിട്ടുണ്ട്. വേദം പഠിക്കാൻ ഇത്ര എളുപ്പമുള്ള ഒരു സഭയില്ല. ഒരു ബൈബിൾ കോളേജിൽ പോകണ്ട. കാരണം ഈ പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും പുതിയ നിയമത്തിൽ ഇതെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വരും. അതിന് ഒരു കാര്യം ഞാൻ പറയാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പഴയ നിയമത്തിലുണ്ട് എന്ന് യാക്കോബായ സഭയിലൂടെ ഞാൻ തെളിയിക്കാൻ പോവാണ്.
ഇരുവരൻ നോഹിൻ കാലത്തുലകത്തിന് മോചന ശുദ്ധം സംരക്ഷിച്ചോനാമിച്ചിയ ശ്രീവാദങ്ങളുടെ ദൃഷ്ടാന്തം പെരുന്നാൾ ഘോഷിച്ചിടുന്നു നാമം ചേർന്നോതിയിടണം കുറിയേലൈസൻ കുറിയേലൈസൻ കുറിയേലായിസോൻ. യാക്കോബയുടെ ഒരു പാട്ടാ. എന്നാ ഈ പാട്ട്? നോഹയുടെ കാലത്ത് ഈ പെട്ടകം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശുമരണമായിരുന്നു എന്നാണ് ഈ പാട്ട്. ആ പെട്ടകത്തിൽ കയറിയ വ്യക്തികൾക്ക് ഒരു നാശവും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇതാരും പഠിപ്പിച്ചല്ല തന്നെ. ഇത് ഈ യാക്കോബായ സഭയിൽ ഇതുപോലത്തെ 100 കേസുകളുണ്ട്. ആരും പഠിപ്പിക്കണ്ട, അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ യാക്കോബക്കാരൻ അറിയാൻ പാടില്ല എന്നാന്ന്. ഇതിങ്ങനെ പാടിക്കൊണ്ട് കൊടുക്കുന്നവരുള്ളൂ, കാര്യം അറിയാൻ പാടില്ല. എന്നാൽ ഇതിനകത്ത് ഒത്തിരി സത്യങ്ങളുണ്ട്. അപ്പൊ ഈ സത്യങ്ങളൊക്കെ വേദോപദേശത്തിനകത്ത് കയറി വന്നില്ല. ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പോണേ, ഞാനിങ്ങനെ സെമിനാരി പോണേ, ഒരു സ്ഥലത്തും പോണ്ട, ഇതിനകത്തുണ്ട്. അത് ഇത് ആരംഭം മുതൽ ഞാൻ കേട്ട് പഠിച്ചിരിക്കുന്ന. മറ്റൊന്ന്, ഈ ക്രൈസ്തവ സഭയുടെ ആരംഭം എന്ന് പറയുന്നത് അല്ലല്ല, ആ സ്ഥലത്തിന് സിറിയ. അവിടുത്തെ ഭാഷ സുറിയാനിയാ. അതുകൊണ്ട് ഈ ക്രമങ്ങളെല്ലാം സുറിയാനിയിലാണ്. ഞാൻ കുറെ സുറിയാനി പഠിച്ചിട്ടുള്ളതാണ്. ഈ അച്ഛന് കുർബാനയൊക്കെ ചേർന്നോണ്ട് കുർബാന ഗീതമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛന് പുസ്തകം വേണം. എനിക്ക് പുസ്തകം വേണ്ട. കാരണം ഈ പണ്ടത്തെ പ്രാർത്ഥനയൊക്കെ പറയുന്നത് സുറിയാനിയിലാണ്. അത് സീനായി സോമൻ ഗുരുമായി മറിയാലോ അവസരത്തോ മറിയനോ ഇതുകൊണ്ട് സുറിയാനിയാ. ഇതിന്റെ മലയാളം എന്നല്ല, സീനായി ഗിരിധാരിനെ കണ്ണികയാ മറിയാൻ വേണ്ടി. ഇത് മലയാളത്തിലേക്ക് ഒന്നുമില്ല. ഞാൻ ഈ ദുര്യാനിക്ക് എനിക്ക് കാണേണ്ടതില്ല. അച്ഛന് പുസ്തകം വേണം. എനിക്ക് പുസ്തകം കൂടാതെ പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അപ്പൻ സുറിയാനി എഴുതിയായിരുന്നു. അപ്പൻ വലിയ ആത്മീയനായതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഈ ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് അനേകം പ്രായമായ വ്യക്തികൾ ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ജന്മസിദ്ധമായിട്ടും സാഹചര്യം അനുസരിച്ചും പള്ളി അനുസരിച്ചും എനിക്ക് ഇതിനോട് ഇതുണ്ടായി. എൻ്റെ അപ്പന് എന്നെ 12 വയസ്സായപ്പോൾ ഈ കുർബാനയ്ക്ക് കൂടാനും പഠിപ്പിക്കണം എന്നുള്ള താല്പര്യം അനുസരിച്ച് എനിക്കൊരു കുപ്പായൊക്കെ കുടിക്കണമെന്ന് ഞാൻ ഈ കുർബാനയിലേക്ക് കൂടുന്നുണ്ടാകുക. അപ്പം അതുകൊണ്ട് സത്യത്തല്ല ഇതെല്ലാം ഞാൻ ഗ്രഹിച്ചതനുസരിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു സഭയിലും പോകണമെന്നില്ല. അല്ലാതെ തന്നെ ഒരു മാർഗമുണ്ട്, ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മാർഗമില്ല മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഉപദേശിച്ചോട് ചോദ്യം എന്നോട് ചോദിച്ചു, സ്നാനത്തെ കുറിച്ച് എന്താ പറയുന്നത്? സ്നാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ 2 സ്ഥലത്തെ ഉപദേശമുള്ളൂ. ഒന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലും, മറ്റൊന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. 28-ല്ലേ ഉള്ളത്, അതിനാണ് ഉള്ളത്. അതിനാദ്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനം കഴിക്കുകയും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലായിപ്പെടും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ്, യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിച്ചിട്ട് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുമെന്ന് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളു. ഇത് 2-ാമത് 3-ാമത് ഒരു ദിവസം മറ്റുള്ളവർക്ക് സ്നാനം ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് 2-ആണ്. ഇത് 2-ലും യാക്കോബായ ശൈലിയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ. എന്താണെന്ന് മനസ്സിലാക്കി. മറ്റത് പ്രായമുള്ള വ്യക്തികളെ ഉപദേശിച്ച് മാനസാന്തരപ്പെടുത്തി സഭയിലേക്ക് വെക്കണം. മറ്റത് കൊച്ചു കുഞ്ഞിന് സ്നാനപ്പെടാൻ അവസരമില്ല. അതുകൊണ്ട് സ്നാനപ്പെട്ടു ഇവൻ സഭയിൽ വന്നു. സഭയിൽ വന്നു കഴിഞ്ഞിട്ട് സഭയുടെ ഉപദേശത്തിലൂടെ ഈ ക്രിസ്തുവിൻ്റെ മുഖത്ത് എഴുതി. 2 ശരിയാണ്. ഇനി മറ്റല്ല, പ്രായമുള്ളവർക്ക് വിശ്വസിച്ചു, അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു സ്നാനപ്പെടുത്തി ഇതിനകത്ത് ചേർന്നെങ്കിൽ യാക്കോബായ ശൈലി ചെയ്തിട്ടുണ്ട്. 2ഉണ്ട്. അത് 2 മോശം ഏതാ കുറവ്. അപ്പം ഇതൊക്കെ ഞാൻ സാമാന്യ നിലയിൽ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഈ വേദമൊക്കെ പഠിച്ചതിനനുസരിച്ച് എനിക്ക് യാക്കോബായ സ്വർഗ്ഗം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കില്ല. അതിന് ഞാൻ യാക്കോബായ അപ്പൊ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്ന ഒരാളൊരു മുഖാന്തരം എന്താ? അതിന് ഞാൻ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ എൻ്റെ അച്ഛന്മാർ പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിക്കും. അപ്പോൾ ഇതിനെ പ്രസംഗിക്കുന്ന ഓരോ ദിവസം പ്രസംഗിക്കുന്ന ആവശ്യത്തിന് വേദവായന കുറിക്കുന്ന
യേശു ക്രിസ്തു മരിച്ച ദിവസം വായിക്കേണ്ട വേദഭാഗമല്ല ജനിച്ച ദിവസം വായിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൃത്യം അനുസരിച്ച് സഭ ഇങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ഈ എന്നെ സ്നേഹിക്കുന്ന ഒരു പുരോഹിതൻ എനിക്ക് ഒരു വേദവായന കുറിച്ച് മേടിച്ചെന്ന് ഞാൻ പൈസ കൊടുക്കാറ്. എല്ലാ ഞായറാഴ്ചയും എൻ്റെ വീതപ്രകാരം ഇതേ നീ ഒരു 15 മിനിറ്റ് നേരം പ്രസംഗിക്കണമെന്ന് എന്നോട്. അപ്പോൾ ഞാൻ ഒരു വിഷയം തയ്യാറാക്കി അങ്ങനെ എനിക്കതിന് വഴി ഒപ്പിച്ചു ഞാൻ അങ്ങനെ വന്നു. പിന്നെ ഓരോരോ കുടുംബങ്ങളിൽ ചെന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഈ വ്യക്തി ഒരു സുവിശേഷകനാണെന്ന് അറിഞ്ഞപ്പോൾ പല സ്ഥലത്തുള്ളവരും എന്നെ ക്ഷണിച്ചു. ഞാനിങ്ങനെ പലയിടത്തും പോയി പ്രസംഗിക്കുന്നു. അല്ല, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്? രാജകുമാരി, അടിമാലി, മഞ്ഞാനണ്ടം, പെരുമ്പാവൂർ, അല്ലപ്പുറ, പ്രേമന, ആലാശികര, തൂരൂരി, വടക്കഞ്ചേരി, മീനങ്കാരി, വിറ്റിയാങ്കാരി, പടിക്കത്ത്, പത്തിരിക്കാട്, തോളേരി, മഴവന്നേരി, ബോംബെ, കനാൽപ്പാലം, മറ്റേ പല വനിതാ സമാജങ്ങൾ ഇങ്ങനെ പലയിടത്തും ഞാൻ പോയി. ഈ പ്രദേശങ്ങളിലെല്ലാം പോയി സുവിശേഷ വേല ചെയ്തു. ഈ എല്ലാം തമ്മിൽ ഞാൻ അടച്ചിട്ട് പറയുന്നില്ല. ചിലയിടത്തൊക്കെ പോയില്ലാത്തതുകൊണ്ട്. അപ്പോ ഈ യാക്കോബായ സഭയിൽ തന്നെ കുറച്ച് അനിയനൊക്കെ ബന്ധക്കോസിൽ പോയല്ലോ. അപ്പൊ യാക്കോബായ സഭയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ യാക്കോബായ സഭയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉപദേശിക്ക് മനസ്സിലായിട്ടുള്ളത്? എനിക്ക് മനസ്സിലായിട്ടുള്ളത്, വേദം ഒരു പാസ്റ്ററുടെ അടുത്തോ ഒരു ഉപദേശിയുടെ അടുത്തോ ഒരു ബൈബിൾ കോളേജിലോ ഒരു സെമിനാരിയിലോ പോയി പഠിക്കാതെ തന്നെ ഈ യാക്കോബായ സഭയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പിതാക്കന്മാർ എഴുതി വെച്ചതിന് വേദത്തിൽ നിന്ന് ക്രമീകരിച്ചിരുന്ന ക്രമഭാഗങ്ങളൊക്കെ നോക്കിയാൽ ഈ വേദം പഠിക്കാൻ ഒരു സ്ഥലത്തും പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഉപദേശി, ഈ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസമില്ല, തമ്മിൽ തമ്മിൽ യോജിപ്പുള്ളൂ. അല്ല, അതെന്താണ് ഈ യോജിപ്പ് കുറവുള്ളതിന്റെ കാരണം? അത് കുറെ സ്ഥാനമാനങ്ങളും മഹിമകളും കുറെ ധാരാളമാർക്കും ഒക്കെ വെച്ചുകൊണ്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. യാക്കോബായ ബഹുസാരിക്കൽ, അതായത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാ, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത് ഒരു വേർതിരിവ്? ഇത് എല്ലാം യോജിച്ച് പോയതാ. സ്ഥാനമാന മഹിമയ്ക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി തീർത്ത കുഴപ്പമായിട്ട്, അല്ലെങ്കിൽ ഇന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് തന്നെ കുറെ ദൈവികമായ ആത്മീയ വിദഗ്ധതയില്ലാത്ത ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഈ കേസ് കൊണ്ട് നടക്കണം. അതിന് നടക്കണമെങ്കിൽ ഒരു മുഖാന്തരം ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഉണ്ടാക്കി തീർക്കുക, ഇത് ഉണ്ടായതല്ല. അപ്പൊ നമുക്ക് ഈ യാക്കോബായ സഭയുടെ ചില വിശ്വാസ രീതികളെ കുറിച്ച് ചോദിക്കാം. അപ്പം യാക്കോബായ സഭയിലെ ഒരു ആരാധന രീതി എങ്ങനെയാണ്? ആരാധന രീതി എന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രായേലിന്റെ സമാഗമന കൂടാരത്തിന്റെ ആരാധനയിലുള്ളതായ ആ സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളും സ്ഥാനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ ഒരു പതിപ്പായി യാക്കോബായ സഭയുടെ ആരാധന 3 ഭാഗങ്ങൾ. അതിനകത്ത് യാഗപീഠം എന്നുള്ളവർക്ക് അതിൻ്റെതായ ഒരു സ്ഥാനത്ത്, ഇത് പിത്തർ തൊട്ടി എന്നുള്ളവർക്ക് സ്ഥാനത്തെത്തി, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വെച്ച് വെച്ചിരിക്കുന്നു. അതായത് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തോട് തുല്യമായി അല്ലെങ്കിൽ ആ ഒരു മാതൃകയിലാണ് യാക്കോബായ സഭയുടെ ആരാധന ആലയത്തിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ. അല്ല, അത് നമുക്ക് പുതിയ നിയമസഭയ്ക്ക്, അത് പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? പുതിയ നിയമസഭയ്ക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടോ? പുതിയ നിയമസഭ എന്ന് പറയുന്നത് ആരംഭകാലത്ത് ഉള്ള സഭ എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സഭയല്ല. ആ കാലത്ത് ക്രൈസ്തവ സഭ ആരംഭിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അന്നത്തെ യേശുവിന്റെ സമാഗമന കൂടാരത്തിലാണ് അന്നത്തെ ക്രിസ്തുവിനെ പിൻപറ്റിയ വ്യക്തികളെല്ലാം ആരാധനയ്ക്ക് കൂടി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഈ കർത്താവ് തന്നെ ഇവരോട് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ യെരൂശലേമിൽ തന്നെ പാർക്കണം, നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നങ്ങോട്ട് പറഞ്ഞിട്ടില്ല. കാത്തിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഈ പുതിയ നിയമസഭയുടെ ഒരു സ്ഥലമല്ല. ഈ യഹൂദന് 7 പെരുന്നാൾ ഉള്ളതിൽ
ഉള്ള കൂട്ടത്തിലുള്ള ഒരു പെരുന്നാളാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. ഇതിന് 3 പേരുണ്ട്. വാരോത്സവം, 50-ാം പെരുന്നാൾ. വാരോത്സവം, 50-ാം പെരുന്നാള്, പെന്തക്കോസ്ത് പെരുന്നാൾ. 3 പേരാണ് ഇങ്ങനെയുള്ളത്. ഇനി പെന്തക്കോസ്ത് എന്ന് പറയുന്നത് യഹൂദന്റെ ഒരു പെരുന്നാളാണ്. മറ്റൊരു കാര്യം ഇതെന്നാണ് ആചരിക്കേണ്ടതെന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വാരോത്സവം എന്നാണ് അതിന് പറഞ്ഞത്. വാരം എന്ന് പറഞ്ഞാൽ ആഴ്ച എന്നാണ്. 7 വാരം എണ്ണണം. എന്ന് മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുതൽ 7 വാരം എണ്ണിയിട്ട് 7-ാമത്തെ വാരത്തിന്റെ അന്നാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ നടത്തേണ്ടതെന്നാണ് യഹൂദന്റെ ഉപദേശം. യഹൂദന് ഈ 7 വാരം അഞ്ഞ് എവിടെ മുതൽ എവിടെ വരെ വരണം? യഹൂദന്റെ ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം യഹൂദന്റെ സഭയിലായി എന്നാണ്. ഉപദേശിക്കറിയാമോ? ഇല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്നാണ്, സ്നാനം എന്നാണ്, സ്വർഗാരോഹണം എന്നാണ്, ഇത് വീണ്ടും വരവ് എന്നാണ്. ഇതൊക്കെ പഴയ നിയമത്തിലുണ്ട്. ഇതെല്ലാം ഇത് ഫോട്ടോസ്റ്റാറ്റാണ്, യഥാർത്ഥമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് യഹൂദന്റെ പെരുന്നാളിൽ ആദ്യഫല പെരുന്നാളാണ്. 1-ാമത്തെ യഹൂദന്റെ പെരുന്നാൾ പെന്തക്കോസ്ത്, 2-ാമത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 3-ാമത്തെ പെരുന്നാള് ആദ്യഫല പെരുന്നാൾ. എന്താണ് ഈ ആദ്യഫല പെരുന്നാൾ? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിൽ വരുന്നത് വരെ സ്വർഗത്തിന്റെ നിലവാരത്തിലായിരുന്നു ആ ജനത്തിന്റെ നിലവാരമല്ല. അവരുടെ ആഹാരം, ലൈറ്റ്, ലീറ്റ് എല്ലാം. ഇവർ കനാൻ ദേശത്ത് വന്ന് കൃഷി ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം, കൊയ്ത്താൻ്റെ പിറ്റേ ദിവസം മഞ്ഞ നിന്നുപോയി. അതിനുശേഷം ഇവർ കൊയ്ത്തിന്റെ ആദ്യ ഫലം ഇവര് കൊയ്താൽ ഇവരുടെ ആലയത്തെ കൊണ്ടുവയ്ക്കണം. അതെന്ത് കൊയ്യണം? വെള്ളിയാഴ്ച കൊയ്യണം. വെള്ളി 1, ശനി 2, ഞായർ 3 ദിവസം ഇത് ഈ ദൈവാലയത്തിലിരിക്കും. ഈ കൊയ്തു എന്ന് പറയുന്നതായ ഈ വിത്ത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. 3-ാമത്തെ ദിവസം ഇത് പുരോഹിതൻ നീരാജനം ചെയ്യണം. എന്താണ് ഈ നീരാജനം ചെയ്യാന്ന് പറഞ്ഞാൽ? അത് കിഴക്കോട്ട്, വടക്കോട്ട്, പടിഞ്ഞാട്ട്, തെക്കോട്ട് ഇങ്ങനെ ആട്ടണമെന്നാണ്. അതിനാണ് നീരാജനം എന്ന് പറയുന്നത്. ആ ആട്ടണ അന്ന് മുതൽ 7 ആഴ്ചയാണ്. അപ്പൊ 7, 49 കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസം അന്നാണ് യഹൂദന്റെ ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. അന്ന് ലോകത്തുള്ള സകല യഹൂദന്മാരും യെരുശലേമിൽ മാത്രമേ ഇവർക്ക് ആരാധനയുള്ളൂ. അല്ലാതെ സിനഗോഗ് എന്ന് പറഞ്ഞത് ഈ ഇവിടെ ഈ പള്ളിയിലൊക്കെ നമ്മൾ പറയുന്നത് പേരൊക്കെ നമ്മളവിടെ ഒരു യഥാർത്ഥ പള്ളി പോണേനും പാടം സൗകര്യമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കാണ് ഉണ്ടാക്കണമെങ്കിൽ വരുമല്ലോ. അങ്ങനെയുള്ളതല്ലാതെ യഹൂദന്റെ ഏത് വിഷയത്തിനും ഇവരെല്ലാം ഈ യെരുശലേമിൽ വന്നു. ഇങ്ങനെ യെരുശലേമിൽ ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ യഹൂദന്റെ ആരാധനയ്ക്ക് വന്നുകൂടിയതായി ഈ ആദ്യത്തെ 120 പേര്, മറിയം ഉൾപ്പെടെ ഈ 120 പേര് അന്ന് വന്നുകൂടിയതാണ്. അന്നിങ്ങനെ ആത്മാവ് വരുമെന്നും എവർക്കൊക്കെ അറിയാൻ പാടില്ല. അന്ന് 18 ഭാഷക്കാര് യഹൂദന്മാരുടെ പല യേശുവിന് വന്നുകൂടിയിരുന്നു. അന്ന് ഈ 120 പേരുടെ മേൽ മാത്രമേ ആത്മാവ് വന്നുള്ളൂ. അന്ന് ആരംഭിച്ചതാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. ഇത് ക്രിസ്ത്യാനിയുടെ പെന്തക്കോസ്ത് പെരുന്നാളല്ല. ഇതാണ് ക്രിസ്ത്യാനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അന്നാണ് ഈ സഭ 120 ഉണ്ടായി എന്ന് പറയുന്നത്. ആ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് പള്ളിയില്ല. പിന്നെ അവർ കൂടി വന്നുകൊണ്ടിരുന്നത് ഓരോരുത്തരുടെ കൂട്ടായ്മക്കാരുടെ വീടുകളിലാണ്. കുറെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ പുതിയ പുതിയ ബ്രദറായാലും ബന്ധുക്കോസായാലും മാർക്സിസ്റ്റായാലും ഇവരൊക്കെ വന്നുകൂടി എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന കേസുകളാണ്. പിന്നെയാണ് ഇവർക്ക് ആരാധന വിരോധനമൊക്കെ ഉണ്ടാക്കിയത്. ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം ഞാൻ മനസ്സിലാക്കി. അപ്പൊ അതായത് ഉപദേശി പറയുന്നത് യാക്കോബായ സഭയുടെ അകത്ത്, അതായത് പള്ളിക്കകത്ത് ഉള്ള വേർതിരിവ്, അതായത് മധുബഹയായിട്ടും അതുപോലെ ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടൊരു വേർതിരിവ് എന്ന് പറയുന്നത്
അത് സമാഗമന കൂടാരത്തിന്റെ ഒരു മാതൃകയിലാണ് പണിതേക്കുന്നതെന്നാണ് പറഞ്ഞത്. യെസ്, അതാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, പുതിയ നിയമസഭയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉപദേശി പറയുന്ന മറുപടി ഇതാണ്: യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും ആദിമകാല സുവിശേഷ പ്രവർത്തകരും യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് ആരാധനയും പ്രാർത്ഥനയൊക്കെ കൂടിക്കൊണ്ടിരുന്നത്. അവർ ആ ഒരു മാതൃകയിലാണ് ആരാധിച്ചതും, അല്ലെങ്കിൽ ആ മാതൃകയാണ് അവർ പിന്തുടർന്നത്. അപ്പൊ ആ ഒരു മാതൃക യേശുവിന്റെ ശിഷ്യന്മാരും പിന്നീട് വന്ന ശിഷ്യന്മാരും ഒക്കെ പിന്തുടർന്നാണ് ഇന്ന് ഈ കാണുന്ന ഈ മാതൃകയെല്ലാം ഉണ്ടായെന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പെന്തക്കോസ് പ്രവർത്തനക്കാർക്ക് ഇതൊന്നുമില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ചുള്ള കാര്യം പറയാനുള്ളത്, ഈ പള്ളിയും പട്ടക്കാരും അച്ഛനും മെത്രാജനും ഒക്കെ ഉണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഈ ക്രിസ്തുവുമായിട്ട് തന്നെ ബന്ധമുണ്ടെന്നുള്ള അതിന്റെ പ്രധാനം. അതാണ് അതിന്റെ പ്രാധാന്യം. അതില്ലെങ്കിൽ ഇപ്പൊ പെന്തക്കോസ്തായാലും ബ്രദറായാലും മാർക്സിസ്റ്റായാലും മാർത്തോമയായാലും യുവാനും നോ ഗുണം, ഒരു ഗുണമില്ല. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഇപ്പൊ പെന്തക്കോസുകാർക്കോ ബ്രദറൻകാർക്കോ ബാപ്റ്റിസ്റ്റുകാർക്കോ ഇതുപോലുള്ള ആളുകൾക്കൊന്നും ഈ പറയുന്ന മാതൃകയിലുള്ള ഒരു ആരാധനാലയം ഇല്ല. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതെന്നാണ് ഉപദേശിയുടെ ഒരു അഭിപ്രായം? എനിക്കങ്ങനെ ഒരഭിപ്രായം പറയാനില്ല. അല്ല, അത് ശരിയായ ഒരു നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണെന്നോ അല്ലാന്നും ഞാൻ പറയില്ല. അപ്പൊ പിന്നെ ഈ പെന്തക്കോസും യാക്കോബയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതിൽ ഏതാണ് ഒറിജിനൽ നമ്മളെങ്ങനെ പഠിക്കും? ഞാൻ പറയാം. ഇന്നിപ്പോ കർത്താവ് വന്നു വിചാരിക്കുക, ഈ പുതുമണിക്ക് ഈരൊഴുകുമല്ലോ, അങ്ങനെ ഇതെല്ലാറ്റിൽ നിന്നും ക്രിസ്തുവിന്റെ ബന്ധത്തോടെ അങ്ങ് പോകും. അന്നേരം അറിയാൻ കാര്യം. അല്ലാണ്ട് ഈ പച്ചപ്പടി ഇതിലൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഒന്നും പറ്റില്ല. കാര്യം പാട്ട് മാത്രം ചെറിയ അവന്റെ ഉള്ളിൽ എന്നാണ് ആരാധന. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എന്താ ഒരു മാനദണ്ഡം? എന്താ സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡം? ഒറ്റ ദണ്ഡമുള്ളൂ. ഈ സ്വർഗത്തിൽ കൊണ്ടുപോയി ആക്കാവുന്ന ഒരു സുപ്രീം പവറുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വ്യക്തിയോട് ചോദിക്കണം, അല്ലാതെ മാർഗമില്ല. അല്ല, അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് ഒരു ഉറപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ചെയ്തു? ഉറപ്പ് ഈ വ്യക്തിക്ക് ഉണ്ടാകുമെന്നുള്ള നിലവാരം അനുസരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇതെന്റെ അപ്പനാണെന്ന് എന്റെ മകൻ എന്നോട് പറഞ്ഞു, ഇതെന്റെ മോനാണെന്ന് ഞാൻ പറയണം. അല്ലാണ്ട് വേറൊക്കെ പറഞ്ഞതിനായ അവകാശം എന്തിനാ? അതങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാനൊരു ഉപദേശിയാണ്, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോവില്ല. അതായത് ഒരാൾക്ക് മറ്റൊരാൾ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല. കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ യൂദ എന്ന് പറയുന്ന വ്യക്തി കാരണ മുതൽ നടന്നവര് ക്രിസ്തുവിന്റെ പുറം നടന്നത് എല്ലാവരും വിചാരിച്ചിരുന്നത് എങ്ങനെയാണ്? എല്ലാ കൂടെ പോകുന്നതല്ലേ. പിന്നെ അവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇവൻ നാശയോഗ്യനാണ്, വിശാലാണ് എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നുകൂടി എന്ന് പറയുകയാണെങ്കിലും ഈ വിചാരത്തിൽ ഇത് വന്നില്ല. അപ്പൊ അതുപോലെ ഈ ക്രിസ്തുവിനെ പിൻപറ്റി നടക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അച്ചായന്റെ അല്ല ഉപദേശിയുടെ ഇത്രയും നാളത്തെ കാഴ്ചപ്പാടില് ഇപ്പൊ ഈ ഭൂമിയിലുള്ള ഒരു യഥാർത്ഥ സഭ എന്ന് പറയുന്നത് ഏത് സഭയായിട്ടാണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഇതൊന്നും ഒരു സഭയാന്ന് പറയില്ല. ഈ സഭ അല്ലാന്നും പറയില്ല. അല്ല, അങ്ങനെ പറയുമ്പോ ആളുകൾക്ക് കേട്ടോണ്ടിരിക്കുക, ആളുകൾക്ക് എന്താ ഇപ്പൊ ഉപദേശിയുടെ അഭിപ്രായം എന്തായാലും ആളുകൾക്ക് കേൾക്കണമല്ലോ. എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറയില്ല. അഭിപ്രായം പറയാൻ ഞാൻ അതിനൊരു ബിൽപ്പോലുള്ള ആളല്ല. ഇന്ന സഭ സ്വർഗത്തിൽ പോകും, ഇന്ന സഭയിലെ അംഗങ്ങളെല്ലാം പോകുന്ന പറയാൻ ബിൽപ്പോലുള്ള ആളല്ല ഞാൻ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും അവകാശപ്പെടുന്നത് അവര് മാത്രമാണ് ഒരു യഥാർത്ഥ സഭ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് ആരംഭിക്കപ്പെട്ട സഭ, അപ്പം അവര് മാത്രമാണ് ആ ഒരു പാരമ്പര്യം ഉള്ളതെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അപ്പൊ ഉപദേശിയുടെ ഒരു അഭിപ്രായം എന്താണ്? അതൊന്നും ശരിയല്ല. അത് മാത്രമേ പാരമ്പര്യമുള്ളതെന്ന് പറയുന്നതൊന്നും കാര്യമില്ല. അപ്പൊ ഈ കാണുന്ന ഈ പെന്തക്കോസ് ബ്രദറൻ, അതുപോലെ കത്തോലിക്ക, യാക്കോബായ, മാർത്തോമാ സഭയിലുള്ളവരെല്ലാവരും ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങളാണ്. അങ്ങനെയല്ല.
ഈ ഇതിനകത്തുള്ള വ്യക്തികൾ ക്രിസ്തുവിൽ അംഗങ്ങളാവില്ല എന്ന് പറയാവുന്ന ഒരു സഭയില്ല. ഇതിനകത്തെല്ലാം ഈ ആത്മാർത്ഥയോടെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന വ്യക്തികളുണ്ട്. ആ വ്യക്തികളും ക്രിസ്തുവുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ ഭൂമിയിൽ ജീവിക്കണമെന്ന് അറിയാതെ അപ്പൊ ഈ സഭയല്ല ഇത് നമ്മളെ കൊണ്ടുവരുന്നത്. പിന്നെ എവിടെയും കൂട്ടാണെങ്കിലും മനുഷ്യൻ്റെ ഒരു സമൂഹ ജീവിയാണ്. അതുകൊണ്ട് ഇവന് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിൽക്കാനൊന്നും ആവില്ല. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ യാക്കോബായ സഭയിലെ വൈദികരൊക്കെ ഈ ഒരു പ്രത്യേക വേഷമൊക്കെ ധരിക്കുകയും തലയിൽ ഒരു തൊപ്പിയൊക്കെ വയ്ക്കുകയും അപ്പൊ ഇങ്ങനെ ഒരു വേഷവിധാനം ആവശ്യമുള്ളതാണോ? അതിനെക്കുറിച്ച് എന്താണ് സഭ പഠിപ്പിക്കുന്നത്? ഇത് യാക്കോബായ സഭ മാത്രമല്ല ഇത് ചെയ്യണുള്ളൂ. ബ്രദറുകാരനെയാണെങ്കിലും ബന്ധുക്കോസുകാരനെയാണെങ്കിലും അവരുടെ വേഷം സാമാന്യ നിലയിൽ മനസ്സിലാക്കിയാൽ അറിയാം. ഒരു വെള്ള കുപ്പായും ഒരു നീണ്ട കുപ്പായും മറ്റൊന്ന് വെച്ചത് കഴിഞ്ഞിട്ട് അവരെ അങ്ങനെ ബ്രദറും ബന്ധുക്കോസഭയിൽ അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷെ യാക്കോബായ സഭയിൽ ഒരു കുർബാന അർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേക വസ്ത്രം വേണം, പുറത്തൊരു കറുത്ത കോട്ട് വേണം, തലയിൽ ഒരു തൊപ്പി വേണം. ഇതൊക്കെ എന്തിന് ചെയ്യുന്നതാണ്? ഞാൻ പറയട്ടെ, അല്ല ഇത് അറിയാൻ വേണ്ടി ചോദിക്കുന്ന, അല്ലാതെ ഉപദേശിയെ വിമർശിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. പറയട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് പെന്തക്കോസ്ത് സഭയുടെ ഒരു ഇത് പെന്തക്കോസ്ത് അല്ല, യഹൂദ സഭയുടെ ഒരു ഇതാണെന്നാണ് ഞാൻ കാണുമ്പോഴത്തേക്ക് പറഞ്ഞത്. യഹൂദ സഭയിലെ പുരോഹിതന്മാർക്ക് ഇങ്ങനെയൊക്കെ വേഷം ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്റെ വേഷമൊക്കെ അങ്ങനെയല്ലായിരുന്നോ? അത് ഇതിനകത്ത് വന്നല്ലോ എന്നുള്ള എനിക്ക് ചെയ്തു വെച്ചേക്കുന്നതാണ്. അതിന്റെ ടൈപ്പാണുള്ളത്. അതെന്റെ പേരിലാണ് ഇത് വന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത്, യഹൂദന്റെ ദേവാലയവും അവന്റെ ആരാധനാക്രമങ്ങളും കാര്യങ്ങളെല്ലാം അത് നമ്മളുമായിട്ട് ബന്ധമുള്ളതല്ലല്ലോ, ആണോ? യഹൂദനെ കൂടാതെ ദൈവം ഈ സഭയില്ല, അതറിയാമോ? അപ്പൊ അവരുടെ വേഷവിധാനങ്ങൾ നമ്മൾ പിൻപറ്റണം എന്നാണോ പറയുന്നത്? നിർത്തിക്ക്, അങ്ങനെയല്ല. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ആരാ പറയണേത്? ആരാ പറയണേ? ഏത് സ്ത്രീയാ ഇത് പറയണേ? ഞാനിവിടെ രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു യഹൂദനായിട്ട് വരുന്നതായി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ യഹൂദനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതിന്റെ ആധാരാനുഷ്ഠാനം നിഷേധിക്കാൻ പറ്റില്ല. അതാ കാരണം. അപ്പൊ യഹൂദനെ നിഷേധിച്ചാൽ നമ്മൾ ഓരോട്ട് ബന്ധമില്ല. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് യഹൂദിന്റെ ഒന്നാമത്തെ പെരുന്നാളാണ്. അതെ. ഇപ്പൊ ഇവരിപ്പോ ബ്രദർ ബന്ധക്കോസ്ത് മറ്റുള്ള എല്ലാ സ്വന്തക്കാരും ഉണ്ട്, അവർക്കൊന്നും ഈ പെസഹ പെരുന്നാളില്ല. യാക്കോബായ സഭയ്ക്കുണ്ട്. നിങ്ങളെങ്ങനെ ഈ യഹൂദന്റെ പെരുന്നാൾ ആചരിക്കണം? നിങ്ങൾ യഹൂദനാണോ എന്നൊരു ചോദ്യം ഈ പെസഹ പെരുന്നാൾ ആചരിക്കണമെന്നോട് ചോദിച്ചാൽ അവനോട് ചോദ്യം ചോദിക്കാറില്ല. ഇത് യഹൂദന്റെ പെരുന്നാളാണ്. യഹൂദന്റെ പെരുന്നാൾ ഞങ്ങൾ ആചരിച്ചു. നിങ്ങൾ യഹൂദനല്ലാത്തതുകൊണ്ട് യഹൂദന്റെ പെരുന്നാൾ ആചരിക്കുന്നില്ല നിങ്ങൾ പറയണം. യേശു ക്രിസ്തു ആരാ? യഹൂദനാണ്. യേശു ക്രിസ്തു യഹൂദനായതുകൊണ്ട് ഞങ്ങൾ യഹൂദനെ അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയണം. പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അല്ല, യഹൂദന്റെ ആചാര രീതികൾ പിൻപറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ പെരുന്നാൾ യഹൂദന്റെ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പെസഹ പെരുന്നാൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആ പെസഹ പെരുന്നാൾ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ പെരുന്നാളല്ല ഇതിനകത്തെ കാരണക്കാരൻ. പെരുന്നാളിൽ സൂചിപ്പിക്കുന്ന, അത് നിലനിർത്തുന്ന ആ വ്യക്തിത്വം ക്രിസ്തുവാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് വരക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. അതാണ് കാര്യം. അതെ. അപ്പൊ ഈ വേഷവിധാനങ്ങൾ എന്ന് പറയുന്ന യഹൂദന്റെ ആരാധനക്രമവുമായി ബന്ധപ്പെട്ടുള്ള വേഷവിധാനങ്ങളാണെന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞു വരുന്നത്. അപ്പൊ യഹൂദനില്ലാതെ ക്രൈസ്തവനില്ല എന്നുള്ളതാണ്. അതായത് എല്ലാം യഹൂദനിൽ നിന്നാണ് ആരംഭം. അങ്ങനെയാണ് യാക്കോബായ സഭ പഠിപ്പിക്കുന്നത്. ഓക്കെ. പിന്നീട് ഈ മധുബഹയിൽ ഈ ധൂപക്കുറ്റി വീശുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന്റെ ഒരു ആത്മീയാർത്ഥം എന്താണ്? ഇത് പ്രാർത്ഥന എന്നാണ് അതിന്റെ ഉള്ളടക്കം. പ്രാർത്ഥന സൗരഭ്യവാസന, പ്രാർത്ഥനയ്ക്ക് അങ്ങനെ അവരിത് പറഞ്ഞങ്ങനെ ആ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നതാണ് ഈ ധൂപക്കുറ്റിയും കാര്യങ്ങളും. സുഗന്ധവർഗം പണ്ട് മറ്റടുത്ത് ഉണ്ടായിരുന്നു. ഏതായാലും സമാധാന കൂടാരത്തിൽ സുഗന്ധവർഗമൊക്കെ ഉണ്ടായിരുന്നു. പല ഇതിനകത്തും വന്നു. അപ്പോൾ ഈ കുന്തിരിക്കം ഇങ്ങനെ പോയിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ?
അതിപ്പോ സ്വർഗത്തിലുണ്ട് ഈ ആരാധന. ഇതുപോലെ തന്നെ സ്വർഗത്തിലുണ്ട്, ഭൂമിയിൽ മാത്രമല്ല. സ്വർഗത്തിലെ ആലയം തുറന്നു അവിടെ വെളിപാട് പുസ്തകത്തിൽ വായിക്കല്ലേ, ഇവിടെ ആലയം ഉണ്ടായിട്ടല്ലേ. ആലയം പുക കൊണ്ട് നിറഞ്ഞു. സ്വർഗത്തിൽ പുകയുണ്ട്, പുകയുണ്ട്, ആരാധനയുണ്ട്. സ്വർഗത്തിൽ ആരാധനയുണ്ട്, സ്വർഗത്തിൽ പുകയുണ്ട്. ഉസിയ രാജാവ് മരിക്കുകയാണെങ്കിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ പറഞ്ഞിട്ടല്ലേ പറഞ്ഞു ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പൊ ആ ഒരു സ്വർഗത്തിലെ ഒരു ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഇവിടെ ഭൂമിയിലുള്ള ആരാധനാലയങ്ങൾ. അത് ആ ഭൂമിയിലുള്ള ആരാധനാലയം പുക കൊണ്ട് നിറയ്ക്കുന്നത് അല്ലേ. അപ്പൊ സ്വർഗത്തിലെ ഒരു മോഡലാണ്. ഇനി അത് മാത്രമല്ല, യാക്കോബായ സഭയോ ആണോ മറ്റു സഭ പറയുന്ന ഒരു ഭാഗം കൂടെ ഞാൻ പറയാം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രകടമായ ഒരു രൂപം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ഉലാത്തുന്നവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി എന്ന് പറയുമ്പോൾ ആ വസ്ത്രവും ആ മാറത്ത് പൊൻകച്ച എല്ലാം കൂടെ നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിരൂപമാണ് ഈ പള്ളിയിലച്ചന്മാരുടെ ഈ വേഷവിധാനങ്ങൾ എന്ന് പറയുന്നവരും ഉണ്ട് അല്ലേ. അപ്പൊ ആ ഒരു രീതിയാണ് ഈ യാക്കോബായ സഭയല്ലേ മറ്റുള്ള സഭകളൊക്കെ എടുത്തിട്ടുള്ളത്. ആലയം പോകുകൊണ്ടെന്ന്. അപ്പൊ വേഷവിധാനം എന്ന് പറഞ്ഞ യഹൂദന്റെ ഒരു വേഷവിധാനമാണ്. മധുബഹയും അതുപോലെയുള്ള ആരാധനയ്ക്കകത്തുള്ള ഈ പള്ളിക്കകത്തുള്ള ഈ കാര്യങ്ങളും സമാഗമന കൂടാരത്തിന്റെ ഒരു മോഡലായിട്ടാണ് അല്ലേ. അപ്പൊ അതിന് പറയുമ്പോൾ ഒരു ഭാഗം പറയുന്നത് നമ്മൾ എങ്ങനെ പള്ളി പണിയണം, എങ്ങനെ ആരാധനാലയം പണിയണമെന്ന് പുതിയ നിയമസഭയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല. അപ്പൊ ആ നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ട് പിന്നെ എന്ത് ചെയ്യും? നിർദ്ദേശം കൊടുക്കാത്തതുകൊണ്ട് മറ്റേ മുകളിലെടുക്കും. അതാണ്, അതായത് നിർദ്ദേശം കൊടുത്തിട്ടില്ലാത്തത് എങ്ങനെ ആലയം പണിയണം, ഏത് രീതിയിൽ പണിയണം, എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ടാണ് പഴയ നിയമ ആരാധന യെരുശലേം ദേവാലയത്തിന്റെ ഒരു മാതൃക ഈ സഭകളൊക്കെ പിന്തുടർന്നു. അതല്ലേ എൻ്റെ ഒരു ആത്മീയർത്ഥം. ഓക്കെ, ഇപ്പൊ 2 കാര്യങ്ങളായി. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ആരാധന ക്രമം, അതായത് എഴുതി വെച്ച ഒരു ആരാധനക്രമം ഉപയോഗിക്കുന്നതിന്റെ ഒരു ആത്മീയത എന്താണ്? എഴുതി വെച്ച് ഒരു ആരാധനക്രമം ചെയ്യുക എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം മുതൽ പ്രത്യാഗമനം വരെയുള്ള കാര്യങ്ങളിൽ ഇത് ഈ കർമ്മങ്ങളിലൂടെ വെളിപ്പെടുത്തുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ മരിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഈ യാക്കോബായ സഭ നടത്തുന്നുണ്ടല്ലോ, അതിന്റെ ഒരു അർത്ഥം എന്താ? മരിച്ചവരുടെ അവസ്ഥ എന്താണെന്ന് ആദ്യം അറിഞ്ഞിട്ട് വേണം അവർക്ക് വേണ്ടി. അതെന്താണ് മരിച്ചവരുടെ അവസ്ഥ എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും മരിച്ചാൽ 2 സ്ഥലത്തേക്ക് പോകും, മൂന്നാമതൊരു സ്ഥലത്ത് പോകില്ല. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അംഗീകരിച്ച വ്യക്തിക്ക് ആ വ്യക്തിക്ക് സ്വസ്ഥമായി സന്തുഷ്ടമായി നിലനിൽക്കുന്ന ഒരു സ്ഥാനം, അത് സ്വർഗമോ അതിന് എന്ത് പേര് പറഞ്ഞാലും ആ സ്ഥാനത്തേക്ക് അവരുടെ ആത്മാക്കൾ പോകണം. പഴയ നിയമഭക്തന്മാർ മരിച്ചാൽ അവരുടെ ആത്മാക്കള് പോകുന്നത് പഴയ നിയമ പർദീസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പഴയ നിയമ ഒരു അഭക്തന് ഭക്തനായി തീരാൻ, ഭാവിക്ക് പാപപരിഹാരം സിദ്ധിക്കാൻ സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പ്രമാണം യാഗം കഴിക്കുക എന്നുള്ളതാണ്. 50-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുകൊണ്ടുപോയി. അതാണ് പഴയ നിയമത്തിന്റെ വ്യവസ്ഥ. ഈ ഇതനുസരിച്ച് ഈ യാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ലോകത്തിൽ ആദ്യമായി ഒരു യാഗം കഴിച്ചത് വ്യക്തി മനുഷ്യനല്ല, ദൈവമാണ്. ആർക്ക് വേണ്ടി? മനുഷ്യന് പാപം ചെയ്തത് മുഖാന്തരം അന്യാധീനപ്പെട്ട് നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കാൻ മനുഷ്യൻ ചില കർമ്മങ്ങൾ ചെയ്തു, അത് പരാജയപ്പെട്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവമാണ് ഈ കർമ്മം ചെയ്തത്. എന്തായിരുന്നു ആ കർമ്മം? 1-ാം മനുഷ്യനായ ആദാമിന് നഷ്ടപ്പെട്ട 7 അനുഗ്രഹങ്ങളുണ്ട്. പർദീസ നഷ്ടപ്പെട്ടു, ദൈവഭാഗങ്ങളുടെ സംസർഗം നഷ്ടപ്പെട്ടു, ജീവവൃക്ഷത്തിന്റെ ഫലം പോയി, ദേശത്തിന്റെ വസ്ത്രം പോയി, ദൈവിക കൂട്ടായ്മ പോയി. ഇങ്ങനെ 7 അനുഗ്രഹങ്ങൾ ഈ പാപം ചെയ്തതോടെ നഷ്ടപ്പെട്ടു. തിരികെ പ്രാപിക്കാൻ ഈ മനുഷ്യനൊരു കർമ്മം ചെയ്തു. അതെന്തായിരുന്നു?
ലോകത്തിലെ ആദ്യത്തെ വസ്ത്ര കമ്പനി ഏതല്ല ഈ കത്തിയുടെ ഇല കൂട്ടി തുന്നി അടയാളം ഉണ്ടാക്കി വെയിലാടിയപ്പോൾ യഹോവയാലും തോട്ടത്തിൽ വന്നു. യാതൊരു ഉപകാരവും കിട്ടിയില്ല, ഇല കരിഞ്ഞു പോയി. സ്വർഗത്തിലെ ദൈവമാണ് ഒന്നാമത്തെ ഒരു യാഗം കഴിച്ചത്. എന്തായിരുന്നു അത്? ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോല് കൊണ്ട് അവരെ ഉടുപ്പിച്ചു. ഇവർക്ക് എന്ത് പ്രായമുണ്ടെന്ന് 10-30 വയസ്സാണ് ഉടുപ്പിച്ചിട്ട് വേണം കേൾക്കണം. എടുത്തെടുത്തോന്ന് പറഞ്ഞ കൊടുത്താൽ പറയും. സ്വർഗത്തിലെ ദൈവമായ യഹോവ അവരെ ഉടുപ്പിക്കുകയല്ലേ. ഒരു മൃഗത്തിന്റെ തോലാണ് രണ്ടുപേർക്കും തോല്. ഒരു മൃഗത്തിന്റെ തോലാണ് രണ്ടുപേർക്കും തോല്. അവരെ ഉടുപ്പിച്ചു. അതാണ് ലോകത്തിലെ ആദ്യത്തെ യാഗം എന്ന് പറയുന്നത്. അതിന്റെ പിന്തുടർച്ചയായിരുന്നു ഈ ഹാബേലും മറ്റ് തുടർവാനമായി വന്ന എല്ലാ വ്യക്തികളും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്തുടർച്ചയാണ്. അപ്പോ അങ്ങനെ യാഗം കഴിച്ച ഒന്നാമത്തെ മനുഷ്യരുടെ ഭക്തനായിരുന്നു ഹാബേൽ. ഈ ഹാബേലിനെ പിന്തുടർന്ന് യാഗം കഴിച്ച എല്ലാ വ്യക്തികളും മരണാനന്തരം എവിടെ പോയി? അവരുടെ ആത്മാക്കൾ എവിടെ പോയി? അവരുടെ ആത്മാക്കൾ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അതെവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ ഞാൻ പറയാം. യാഗോബായ സഭ പറയും. വേറെ ഒരു സമയം പറഞ്ഞില്ല, യാഗോബായ സഭ പറയും. അത് പറഞ്ഞത് പറയാം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച മരിച്ചു. ശനിയാഴ്ച താൻ എവിടെ പോയി എന്നാ വേഗം പറയണേ? എവിടെ പോയിന്നാ? പാതാള ലോകത്ത് പോയിന്ന്. എന്തിന്? മരിച്ചവരോട് സുവിശേഷം പറയാം. ഈ പാതാള ലോകത്ത് ആരാ ഏത് മരിച്ചവരുടെ അടുത്തേക്കാ പോയി? എന്തിനാ പോയി? ഈ ബന്ധുക്കാർ പറയണ്ടോ? പറയുന്നില്ല. യാക്കോബ് പറയുന്നുണ്ട്. പറയണ മൃതലോകം ഭൂഗീയതാവി ആത്മജനാകും. ആത്മജൻ എന്ന് പറഞ്ഞ ആളാരാ? യേശു ക്രിസ്തു. മൃതലോകം ഭൂഗീയതാവി ആത്മജനാകും. രാജാവെന്നാൽ പേരാജാവിലോടിയിടുന്നു. എണ്ണപ്പേർ ഉയരും മോചനവും ഞാൻ നൽകും. ഉയരാകും നീ നൽകും. ജീതലാകും. ഇവൻ എവിടെ പോയിന്നാ യാഗോബായ പാതാള ലോകത്ത് പോയിന്ന്. എന്തിന്? മരിച്ചവരോട് സുവിശേഷം പഠിക്കാൻ. ഞാൻ ചോദിക്കണേ, ഈ നരകത്തിൽ പോയാൽ സുവിശേഷം പഠിച്ച് മാനസാന്തരപ്പെടുത്താനോ പോയത്? അല്ല. പിന്നെ എന്തിനു പോയി? ഈ യാഗം കഴിച്ചോടൊരു കാര്യം ചിന്തിച്ചിരുന്നു. ഈ മൃഗം ചാകുന്നത് പോലെ എന്റെ പാപത്തിന് വേണ്ടി മരിക്കുന്ന ഒരു ക്രിസ്തു മരിക്കും. ആ മരിച്ച ക്രിസ്തു ആണ് എന്റെ പാപത്തിന് പരിഹാരം വരണേ. അത് മരിക്കാത്തിടത്തോളം കാലം ഞാൻ ഈ യാഗം കഴിച്ച ഈ മൃഗത്തിന്റെ യാഗമൊന്നും എനിക്ക് പാപപരിഹാരം സിദ്ധിക്കില്ല എന്നവർ പരിപൂർണമായി വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് യേശു നേരെ എങ്ങോട്ട് ചെന്നേക്കണം? യേശു നേരെ അങ്ങോട്ട് ചെന്നേക്കാണ് പാതാളത്തില്. ഒന്നാമത് യാഗം കഴിച്ച വ്യക്തി ആരാത്? വിശുദ്ധൻ. ആരാത്? ഹാബേല്. ആദ്യം ഹാബേൽ തൻ മുമ്പിൽ കുമ്പിട്ടു. വർഗങ്ങൾക്കെല്ലാം തലയായോൻ ആദാം താനും. നോഹിൻ വീടും സുന്ദരസത്തോ അബ്രഹാമും. ഇങ്ങനെ 1 by 1 ആയിട്ട് പഴയ നിയമഭക്തന്മാരെല്ലാം അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് കേൾക്കേണ്ട സുവിശേഷം എന്തായിരുന്നു? ഇങ്ങനെ ഞങ്ങൾ പഴയ നിയമകാലത്ത് യാഗം കഴിച്ച് ആ യാഗം ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചു. ആ കർത്താവ് ഞങ്ങളുടെ അടുത്ത് വന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറിയതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് വന്നു. ഇറങ്ങിയെന്ന് അറിയുന്നില്ലയോ എന്ന് പറയുന്നു. അതിനാണ് ക്രിസ്തു പോയത്. അതിനു മുമ്പ് എന്താ അങ്ങനെ ചെല്ലാൻ? ഞാൻ ക്രിസ്തു ക്രൂശിൽ മരിക്കാത്തടത്തോളം കാലം പിതൃസന്നിധിയിലേക്ക് ചെല്ലാൻ പാടില്ല. എന്താ കാര്യം? ശിക്ഷ കുറ്റത്തിന് പരിഹാരം വന്നിട്ടില്ല. ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടുകൂടി ഇവർക്ക് പരിഹാരം വന്നു. നേരെ കഴിയുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ആരും പോണില്ല. പഴയ നിയമഭക്തന്മാരും പോണില്ല, പുതിയ നിയമഭക്തന്മാരും പോണില്ല. ഇപ്പൊ അവിടെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇതിന് അബ്രഹാമിന്റെ മടിയിൽ നിന്നാണ് പണ്ട് പറയുന്നത്. കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആടും മരത്തോടെ ജീവിച്ചു. ആദ്യം ആരാ മരിച്ചത്? ആദ്യം ലാസർ മരിച്ചു. ലാസർ മരിച്ചപ്പോ എന്ത് ചെയ്തു? ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ വടിയിലേക്ക് കൊണ്ടുപോയി. ആ പറഞ്ഞ സ്ഥലമാണ് ഈ പഴയ പർദീസ എന്ന് പറയുന്നത്. ഹാബേൽ പോയ സ്ഥലം അവിടെയാണ് പോയത്. ധനവാൻ മരിച്ചപ്പോഴോ
ധനവാൻ മരിച്ചപ്പോ യാതനാശ്രമത്തേക്ക് അതിൻ്റെ അടിത്താഴ്ത്തുള്ളടത്ത് അവിടെയാണ് ഏറ്റവും മുകളിലിരിക്കുമ്പോൾ ഇവിടെ ലാസറ് സുഖമായിട്ടിരിക്കുക. ഇപ്പൊ ഒരു പ്രാർത്ഥന നോ ഗുണം. എന്നാൽ എനിക്ക് അന്യന്മാർക്കും ചേട്ടന്മാർക്കും ചെയ്തു ഇപ്പം പറ്റില്ല. പിന്നെ മരിച്ചാലും പ്രാർത്ഥനയൊക്കെ ചെയ്യാം. ഉപകാരം കിട്ടാൻ എന്താ ഈ ധനവാൻ പ്രാർത്ഥിച്ചിട്ട് ഉപകാരം കിട്ടാതിരിക്കാൻ കാരണം എന്നാണ്? ഭാവിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കണില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പ്രാർത്ഥിച്ചാൽ കേൾക്കോ? ഉപകാരം കിട്ടിയോ? അപ്പൊ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെ വ്യക്തി എന്നെ പറഞ്ഞു. പുതിയ നിയമകാലത്ത് മരിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് എങ്ങനെ പോണേ? ഞാൻ പറയാം. അത് യാക്കോബായ വഴി ചോദിക്കണം. അല്ലാണ്ട് പറയില്ല. എന്നാ പറഞ്ഞറിയാമോ? ഈ യാക്കോബായ സഭയുടെ ആരാധന സമയത്ത് 6 തുബുതനുണ്ട്. തുബുതൻ എന്ന് പറയും. 6ാമത്തെ തുബുതൻ ഇങ്ങനെയാണ്: അരൂപികളുടെയും സകലജടങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവായ ദൈവമേ, സത്യവിശ്വാസത്തോടെ നിന്റെ പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കലേക്ക് വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മതവായിൽ നിന്ന്, ഈ പള്ളിയിൽ നിന്ന്, ഈ സ്ഥലത്ത് നിന്ന്, എല്ലാ ഭാഗങ്ങളിൽ നിന്ന് സത്യവിശ്വാസമൊന്നും സത്യവിശ്വാസം ഇല്ല എന്നുള്ള 2 വിശ്വാസമുണ്ട്. സത്യവിശ്വാസത്തോട് മരിക്കുന്ന ഏതൊരു ഭക്തനും മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ്. കാരണം ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ഇവൻ അവിടെ പോകുന്നതിന് വേറെ സ്ഥലത്തേക്ക് പോകണം. ഇതാണ് നോട്ട്. അപ്പോൾ അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ഒരു കൺക്ലൂഷൻ പറയണം. ഞാൻ പറയണത് അവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിൽ പിന്നെ അവന് കർത്തവല്ല. അല്ല, അപ്പൊ ഈ യാതന സ്ഥലത്ത് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഒരു ഗുണമില്ല. ഒരു കാര്യം. അപ്പൊ യാക്കോബായ സഭയിൽ പിന്തുടരുന്നുണ്ടല്ലോ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് എനിക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് ഞാനതിനെ കുറിച്ച് വിശ്വസിക്കണമില്ല. അല്ല, അങ്ങനെ പ്രാർത്ഥന ഉണ്ടോ അവിടെ? അവർ അതൊക്കെ ധനാഗമമാക്കുന്നതിന് വേണ്ടി പലതിൻ്റെ പേര് കൂടിയില്ല. ഇത് മാത്രമല്ല, അത് വിശ്വാസമായിട്ടുള്ള കാര്യമല്ല. അല്ലല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സന്തോഷമായിട്ട് അവിടെ ഇരിക്കുക. അവിടെ വേറെ ക്ലേശമില്ല. ഞാൻ ചോദിക്കട്ടെ, ഉപദേശിച്ചെന്തെങ്കിലും ക്ലേശം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തേണ്ടതിന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ റെക്കമെൻഡ് ഈ ആവശ്യം തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലുള്ള കാര്യം എനിക്കൊരു വിശ്വാസമുള്ള ആളാണ്. ഞാൻ ഒരു കാര്യത്തോടെ പറയും, ഞാൻ മരിച്ചിട്ട് എനിക്ക് വേണ്ടി ആരും ഒരു പ്രാർത്ഥനയും നടത്തണം എന്നുള്ള താല്പര്യക്കാരനല്ല. അത് മാത്രമല്ല, ഞാൻ മരിച്ചാൽ എൻ്റെ ഈ ശരീരം ഈ മെഡിക്കൽ കോളേജുകാർക്ക് കൊടുത്ത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള താല്പര്യക്കാരനാണ്. അല്ലാണ്ട് ഈ അടക്കി 40, 50, 60 ഒക്കെ കഴിക്കണം എന്നുള്ള താല്പര്യക്കാരനുമല്ല. ഓക്കെ, ഇനി എന്താണ് ഇത്രയും നാളും ഒരുപാട് ഓടി നടന്ന് പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്തു ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട്? ആ സുവിശേഷ വേലയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. അതിന്റെ റെക്കോർഡൊക്കെ മുകളിലുണ്ട്. എന്തെല്ലാം ഗുണം വന്നിട്ടുണ്ട് എന്നുള്ള റെക്കോർഡ് എൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയും. പിന്നെ കുറെ ആളുകളൊക്കെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ ഇവര് എന്റെ പ്രസംഗം കേട്ട് പറയണ ആളുകളുണ്ട്. അവര് ആത്മാർത്ഥത്തോടെ ഈ സുവിശേഷ വേലയൊക്കെ ചെയ്യുന്നത് ഇതിനുള്ള ഈ പണം എവിടുന്നാണ്? സ്വന്തമായിട്ട് ജോലി ചെയ്ത് ആണോ? ഞാൻ ഈ ആരംഭകാലത്ത് ഈ സുവിശേഷ വേല ചെയ്യുന്ന കാലത്ത് കുറെ അകലെയൊക്കെ പോകുന്ന ആളുകളൊക്കെ എനിക്ക് വണ്ടി കൂലി പൈസയൊക്കെ തന്നിട്ടുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് മേടിക്കുന്നില്ല. കാരണം അന്ന് എനിക്ക് ഈ ഒരു 2 വീലർ ഓടിച്ചുകൊണ്ട് പോകണം, അതിനൊക്കെ പെട്രോൾ കൂടി. ഞാൻ ഈ വേങ്ങുപള്ളിയിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച പ്രസംഗിച്ചു. അത് എൻ്റെ ഒരു റിലേഷൻപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഈ പള്ളി കയറ്റില്ല, അവർ പ്രസംഗിപ്പിക്കുകയില്ല. അപ്പോൾ എൻ്റെ റിലേഷൻപ്പെട്ട ഒരാൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ആണ്ട് കൂടെ പ്രസംഗിക്കാൻ അച്ഛൻ ആരെയും കൂട്ടണ്ട, ഞാൻ എൻ്റെ ഒരു ചാത്തൻ അല്ലാത്തനെ വിളിച്ചിട്ടാണ് പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു 500 രൂപ എടുത്തു. അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ 500 രൂപ. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് 500 രൂപ വേണ്ട. വേണ്ടാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വേങ്ങുപള്ളിക്ക് ഒരു പ്രസംഗം ചെയ്തിട്ടില്ല. ഞാൻ ആർക്ക് വേണ്ടി പ്രസംഗം ചെയ്തു ആ വ്യക്തിയാണ് എനിക്ക് കൂലിയാറുണ്ട്. ദൈവത്തിനാണ് വേണ്ടി ഞാൻ വേല ചെയ്തെങ്കിൽ കൂലിയാറാകാറുണ്ട്. ദൈവം.
അപ്പോൾ അതുകൊണ്ട് ദൈവം എനിക്ക് അതിൻ്റെതായ നിലവാരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഭൗമികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വണ്ടി ഓടിച്ചു പത്തോളം ഒഴിച്ച വണ്ടി ഓടുക. അത് കാരണം എനിക്കൊരു 300 രൂപ നിരങ്ങുന്നത്. അങ്ങനെ ഞാനൊരു 300 രൂപ മേടിച്ചു. 10,000 രൂപ മേടിച്ചുകൊണ്ട് പോയി മാറി 300 രൂപ കൊണ്ട് തന്നു. അങ്ങനെ മേടിച്ചു. പിന്നെ ഒത്തിരി അകലെന്ന് വരുമ്പോൾ മേടിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ പൈസ മേടിക്കാറില്ല. പിന്നെ ഒത്തിരി അകലേക്കൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ വണ്ടി കൂലി മേടിക്കും. അപ്പൊ അച്ചായന്റെ ഉപദേശിയുടെ ഇത്ര നാളത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുവെ ഈ വിശ്വാസി സമൂഹത്തോട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ള സന്ദേശം ഞാൻ പ്രസംഗിക്കണേ. അല്ല, ഒരു ഉപദേശ രൂപേണ അവരോട് പറയാനുള്ളത് എന്താണ്? ഞാൻ പറയുന്ന ഉപദേശത്തിൽ അവർ നിൽക്കുമോ? അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഞാൻ ഇവിടെ വെച്ച് പറയണ എല്ലാ ആഴ്ചയും യോഗത്തിന് ഞാൻ പ്രസംഗിക്കോ എന്ന് പറഞ്ഞാൽ അവർ വരുമോ? വരില്ല. ഇതിനൊരു അട്രാക്ഷൻ മോളിന്ന് വന്നു. ആരെ? ദൈവം കൊടുക്കണം. അല്ലല്ല, വന്നാലും ഉപകാരമില്ല. ഇനി വന്നു വിചാരിക്കാം, വന്നാലും മനസ്സിലാലും ഉപകാരപ്പെടില്ല. അങ്ങനെയായിട്ട് ഇപ്പോൾ ഒരാൾ യാക്കോബായ സഭയിൽ നിന്ന് പെന്തക്കോസ്തിലേക്കോ മറ്റുള്ള സമൂഹത്തിലേക്ക് പോകാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ ഉപദേശിയുടെ അടുത്തൊന്നും ഒരു അഭിപ്രായം ചോദിക്കുക, ഞാൻ പെന്തക്കോസ് സഭയിലേക്ക് പോയാൽ പിന്നെ ഉപദേശിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഉപദേശി എന്ത് പറയും? ഞാൻ പോകണമെന്നും പറയില്ല, പോകണമെന്നും പറയില്ല. ഞാൻ രണ്ടും പറയില്ല. ഇല്ല, അതെന്റെ രീതിയിൽ പെട്ടതാണ്. അല്ല, ഒരു അഭിപ്രായം ചോദിച്ചു നമ്മൾ ഉപദേശി ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഉപദേശിനെ ഇപ്പോൾ ഒരു പെന്തക്കോസ് സഭയിലേക്ക് വിളിച്ചാൽ പോവോ? ഞാൻ പോയില്ല. അതെന്താ കാരണം? അത് കാരണം ഞാൻ ഇതുവരെ പറഞ്ഞു ഈ പെന്തക്കോസിൽ ഇല്ല ഇല്ല ഇല്ല. പിന്നെ അങ്ങനെ പറഞ്ഞാണ്. അല്ല, പെന്തക്കോസിൽ ഈ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇല്ല എന്നുള്ളത് മനസ്സിലായത്? ഞാൻ ചോദിക്കട്ടെ, ഈ പഴയ ഭക്തന്മാരെ എവിടെയാ മത്സ്യപ്പെടുന്നത്? പെന്തക്കോസുകാർ പറയണോ? പറയണില്ല. യാക്കോബായ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ? അതാണ്. അപ്പോൾ പെന്തക്കോസ്റ്റൽ സഭകളെക്കാൾ ശ്രേഷ്ഠമായ ഒരു സഭയായിട്ടാണ് യാക്കോബായ സഭയെ ഉപദേശി മനസ്സിലാക്കിയിട്ടുള്ളത്. വേദം പഠിക്കണോ? പഠിക്കാം. മത്സ്യവൻ എവിടെയാ പോകണമെന്ന് പറഞ്ഞോ? അത് ഇതിനകത്ത് പറയണ്ട്. എവിടെ പോകില്ല എന്ന് പറയണ്ട്. ഇത് മറ്റുള്ളവർ പറയണില്ല. അങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റൽ ഈ ബ്രദറൻ സഭകളുടെ ആവശ്യകത ഉണ്ടായിരുന്നോ? ഈ ആരംഭിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് അവരോട് ചോദിക്കണം, എന്നോടല്ല. എന്നിൽ നിന്ന് തന്നെ ഉത്തരവല്ല. അല്ല, ഉപദേശിയുടെ അഭിപ്രായത്തിൽ ഞാനൊരു അഭിപ്രായം പറയില്ല. അല്ല, ഈ യാക്കോബായ മാർത്തോമ CSI കത്തോലിക്ക എന്ന് പോയവരാണല്ലോ ഈ പെന്തക്കോസ്ത് സഭയിൽ മുഴുവൻ ഉള്ളത്. ആദ്യമായിട്ട് ഈ യാക്കോബായ സഭയേ ഉള്ളൂ. അവിടെ പോയവരെല്ലാം എല്ലാത്തിലും ഉള്ളൂ. പിന്നെ കത്തോലിക്ക, ഇത് രണ്ടും ഉള്ളൂ. ഇത് ഇടക്കാലത്ത് ഒന്നുമല്ല, മറ്റുമൊക്കെ. അതെ. അപ്പോ ഈ വർഗീസ് ഉപദേശി യാക്കോബായ സഭയിലെ ഒരു വിശ്വാസിയും ഒരു സുവിശേഷകനുമാണ്. അതിതീക്ഷ്ണമായി യാക്കോബായ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഉപദേശി പറയുന്നത് യാക്കോബായ സഭയിൽ വേദപാഠനമുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, കൃത്യമായ ഉപദേശമുണ്ട്, ഒരു ബൈബിൾ പരമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ യാക്കോബായ സഭയ്ക്ക് പറ്റുന്നുണ്ട്. തന്റെ സഹോദരൻ പെന്തക്കോസ്തൽ വിശ്വാസം സ്വീകരിച്ചെങ്കിലും താൻ പെന്തക്കോസ്തിലേക്ക് പോകാൻ തയ്യാറല്ല, ഇനിയോട്ട് പോവുകയില്ല. അപ്പൊ ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗരാജ്യം അവകാശമാക്കാൻ തനിക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യാക്കോബായ സഭയിൽ നിൽക്കുന്നവരൊക്കെ പെന്തക്കോസ്തിൽ പോകുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് ഉപദേശിയുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അല്ലേ? അതായത് യാക്കോബായ സഭയിൽ നിൽക്കുന്ന ഒരാൾ പെന്തക്കോസ്തിലോ ബ്രദറിലേക്ക് പോകുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. അത് അവർക്ക് ഇത് വേറെ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ഇനി മനുഷ്യന് എൻ്റെ അച്ഛൻ്റെ അച്ഛനും വല്യമ്മയും ചേട്ടനും അനിയനും ഒക്കെ ബന്ധപ്പെട്ടില്ല. പിന്നെ ഞാനിവിടെ അങ്ങോട്ട് പോകാന്നുള്ള എനിക്ക് അത് വേറെ കാര്യം നോക്കി പോയെങ്ങനെയല്ല, അവൻ്റെ വേറെ ചില കാര്യങ്ങളൊക്കെ പോയി ഉദ്ദേശിച്ച് പോയെങ്ങനെയാണ്. അത് ഞാൻ കിടക്കണേ എന്തിനാണ്? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, എന്തായാലും ഇത്രയും സമയം ഉപദേശിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരു വലിയ ഭാഗ്യമാണ് കണക്കാക്കണം. ഇനി എന്തെങ്കിലും പൊതുജനം അറിയണമെന്ന് ഉപദേശി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ തത്വത്തിൽ ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ ഒരു സുവിശേഷ പ്രസംഗം. ഇത്
ഇതിനപ്പുറം ഓഡിയൻസ് ഇവിടെ കേൾക്കാനില്ല. പിന്നെ ഇത് കേൾപ്പിക്കുമെന്ന് പറയുന്നത് ഇതാ, ഇത് രാജ്യം വിട്ട് കേൾപ്പിക്കുമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ സഭയാക്കേറ്റായി. ഇനി ഒരു സുവിശേഷപ്രസംഗം ചെയ്യണിപ്പോൾ ഈ മൂന്നാളുകൾ വേണം. ഇവന് താല്പര്യമുണ്ടായിട്ട് വന്നതല്ല, മത്തായി കുഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഉപദേശിയോടുള്ള അവളുടെ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം തന്റെ അനുഭവം പങ്കുവെച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പം ആരെങ്കിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് വിചാരിച്ചാല് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? എനിക്കത് ഒന്നോട് പറഞ്ഞാൽ ഉപദേശിയെ ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് ഒരാൾക്ക് തോന്നിയാൽ ഉപദേശി വിളിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വിളിച്ചാൽ ഉപദേശങ്ങളൊക്കെ പറയും. ശബരിമലയിൽ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകും. ശബരിമലയിൽ എന്നെ ക്ഷണിക്കാൻ അവിടെ ഈ പ്രായത്തിൽ 88ാമത്തെ വയസ്സിലും വളരെ ഊർജ്ജസ്വലനായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാൻ എന്നെ ശബരിമലയിലെ തന്ത്രി എന്നോട് പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും. പോണത് ഞാൻ ഈ വേദവസ്ഥ കൊണ്ടല്ല. എന്താന്ന് ചോദിച്ചാൽ അവര് വേദവസ്ഥ അംഗീകരിക്കുന്ന ആളുകളല്ല. അംഗീകരിക്കാത്ത ആളുകളുടെ അടുത്ത് അതുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? അവർ അംഗീകരിക്കുന്ന ഗ്രന്ഥം എന്നാണ് അംഗീകരിക്കുന്നത്. മഹാഭാരതം, ഭാഗവതം, ഇതെല്ലാം കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നതായ വ്യക്തി ഞാൻ അംഗീകരിക്കുന്ന യേശു ക്രിസ്തുവാണെന്ന് ഞാൻ സ്ഥാപിക്കണം. എങ്ങനെ സ്ഥാപിക്കും? രാമായണം, നിങ്ങളുടെ പുസ്തകത്തിന്റെ ഹെഡിങ് രാമായണം എന്നാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് രാമായണം? രാമായണം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? രാത്രി വായനം. അതിനെന്ത് ചെയ്യണം? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു സാക്ഷ്യം പറഞ്ഞ് ഞാൻ പിൻപറ്റുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവാണെന്ന് ഞാൻ അവരോട് പറയും. അതിനാ ഞാൻ പോണേ. അല്ലാണ്ട് നിങ്ങളുടെ അയ്യപ്പസ്വാമി ദൈവം എന്ന് പറയാനില്ല. ഏത് മേഖലയിലും വിളിച്ചാൽ പോകും. അവിടെ ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പറയും. ഞാൻ അനുഭവിക്കുന്നത് ഞാൻ തികച്ച പ്രാഗൽഭ്യത്തോടെ വിളിച്ചോളി. ഇനിയിപ്പോ തല്ലിക്കൊണ്ടേ കൊട്ടിക്കോട്ടെ, അതിനൊന്നും എനിക്കൊരു ഇതുമില്ല. അപ്പൊ എന്തായാലും ഉപദേശിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായവും ഒരു ഉറപ്പുമുണ്ട്. ഈ പ്രായത്തിലും ഒരു ചെറുപ്പക്കാരനേക്കാൾ ശക്തനായി ഓടി നടന്നുകൊണ്ട് സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തണം, തിരിച്ചറിയണം. എന്തായാലും വളരെ നന്ദി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.